നമസ്കാരം. കോൺഗ്രസിനുള്ളിലെ തമ്മിലടി പിണറായി വിജയന് മൂന്നാം ഊഴം ഒരുക്കുമോ എന്ന ആശങ്കയിലാണ് UDF അണികൾ. കോൺഗ്രസിൽ നേതാക്കൾ പരസ്പരം പാരവെച്ച് മുന്നോട്ടു പോവുകയാണ്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രണ്ട് തട്ടുകളിലായി നിലകൊള്ളുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഐക്യ നീക്കവും പാളുകയാണ്. സംയുക്ത വാർത്താ സമ്മേളനവും പാളിയതോടെ കോൺഗ്രസിൽ മുന്നോട്ടു പോക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ്. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന കടും പിടുത്തത്തിലാണ് VD സതീശൻ. അതിന് കളമൊരുക്കിയപ്പോഴെല്ലാം അത് ലക്ഷ്യം കണ്ടില്ല. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് സതീശന്റെ നിലപാട്. അതേസമയം KPCC അധ്യക്ഷനെ മാറ്റുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി തന്നെ ഉയരുന്നുമുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ സതീശന്റെ ഒറ്റയാൻ ലൈനിൽ കടുത്ത അതൃപ്തരാണ്. ഇവരാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. നേതൃമാറ്റ ചർച്ചയ്ക്ക് തുടക്കമായിട്ടുമുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP, VS ശിവകുമാർ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, N സുബ്രഹ്മണ്യൻ തുടങ്ങിയവരെയാണ് അവർ നേരിൽ കണ്ടത്. ചൊവ്വാഴ്ച അവർ കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സുധാകരൻ KPCC പ്രസിഡന്റായി തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാൻ കഴിയുമോ, VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പ്രവർത്തനം തൃപ്തികരമാണോ എന്നിവയൊക്കെയാണ് ദീപാദാസ് മുൻഷി ആരാഞ്ഞത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞായറാഴ്ച നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതിയിലെ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നത പുറത്തു വരുന്നതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള കരുനീക്കങ്ങളും പാർട്ടിയുടെ സാധ്യതകളെ നശിപ്പിക്കുന്നതാണ് എന്ന് മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായപ്പെട്ടിരുന്നു. KPCCയുടെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച മോശം അഭിപ്രായങ്ങൾ യോഗത്തിൽ പങ്കുവച്ച ദീപാദാസ് മുൻഷി യോജിച്ച് മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഐക്യമില്ലാത്ത സംവിധാനത്തിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നും പദവി ഒഴിയാൻ തയ്യാറാണ് എന്നും അവർ രാഷ്ട്രീയ കാര്യ സമിതിയിൽ തുറന്നടിച്ചിരുന്നു. ഇതനുസരിച്ച് തിങ്കളാഴ്ച സുധാകരനും VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി ഐക്യ സന്ദേശം നൽകാൻ ധാരണയായി. എന്നാൽ യോഗം പിരിഞ്ഞതോടെ ഐക്യം വഴിമാറി. ഇരുവരും തലസ്ഥാനത്തുണ്ടായിട്ടും വാർത്താ സമ്മേളനം മാറ്റുകയും ചെയ്തു. നേതൃമാറ്റ ചർച്ചകൾ കോൺഗ്രസിൽ പുതിയ അലയൊലികൾ സൃഷ്ടിക്കുകയാണ്. നേതാക്കളുമായുള്ള വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. നേതൃമാറ്റത്തിൽ ഇത് നിർണായകമാകും എന്ന് തന്നെയാണ് വിവരം. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സുധാകരൻ മാറണമെന്ന അഭിപ്രായം പലരും മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. എന്നാൽ സാമുദായിക പ്രാതിനിധ്യം പാലിച്ച് പകരം ആര് എന്ന ചോദ്യത്തിന് നേതാക്കൾ പലതട്ടിലാണ്. അതാണ് നേതൃമാറ്റ ചർച്ചകളിൽ ഹൈക്കമാൻഡിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതേസമയം സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റം മതിയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കെതിരെ രാഷ്ട്രീയ കാര്യ സമിതിയിൽ ഉയർന്ന കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഹൈക്കമാൻഡിന് മുന്നിലെ പുതിയ പ്രതിസന്ധിയാണ്. സതീശനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചത്. തനിക്കൊപ്പം എന്ന സതീശൻ കരുതിയവരും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇതിന്റെ ഞെട്ടലിൽ തന്നെയാണ് VD സതീശൻ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സുധാകരന് മാറണം എന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. പക്ഷെ മാറിയാൽ പകരം ആരെന്ന ചോദ്യമടക്കം പ്രശ്നം. പൊതുവികാരത്തിനനുസരിച്ചാകും AICCയുടെ തീരുമാനം. അതിനിടെയാണ് സുധാകരനെ മാറ്റാൻ മുൻകൈ എടുത്തിരുന്ന പ്രതിപക്ഷ നേതാവിനെതിരായ കടുത്ത വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. ഗ്രൂപ്പുകൾക്ക് അതീതമായി ഉയർന്ന കുറ്റപ്പെടുത്തലുകൾക്ക് ആസൂത്രണ സ്വഭാവം ഉണ്ടോ എന്ന സംശയവും സതീശനുണ്ട്. വിമർശനങ്ങളിൽ കടുത്ത അസ്വസ്ഥതയുമുണ്ട്. ശൈലി മാറ്റ ആവശ്യത്തിലും തീരുമാനമെടുക്കേണ്ടതാണ് AICCക്ക് മുന്നിലെ ഏറ്റവും പുതിയ വെല്ലുവിളി. പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്ന നിലയ്ക്കും ചില നീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ്.